ഇന്നത്തെ പുതിയ വീഡിയോ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കാവുന്നൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴുകി വൃത്തിയാക്കിയ ചെമ്മീന് കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ, തീരെ ചെറുതല്ല. അപ്പം അതൊരു 250 ഗ്രാം ഏകദേശമുണ്ട്. അതുപോലെ തന്നെ ഒരു 10-25 ചുവന്നുള്ളി, 6-7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. തക്കാളിക്ക് കുറച്ച് പുളിയുണ്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് മുളക് പൊടി ഇടാം. ഇത് ചെമ്മീൻ വറുത്തെടുക്കുന്നതിന് ആവശ്യമായിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും കൂടെ. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ളതാണ്. ഇപ്പം റെഡിയാക്കിയും വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് അതവിടെ ഇരിക്കട്ടെ. ഇനി പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഞാനത് കഴിഞ്ഞതിന് ശേഷം ഞാനിതുപോലെ ചെമ്മീൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, വറുക്കാൻ ആവശ്യമായിട്ട്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ചെമ്മീനെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അധികം നേരം ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നില്ല. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചു. എന്നിട്ട് ഞാൻ ഓവറായിട്ട് കുക്ക് ചെയ്യത്തില്ല കേട്ടോ ചെമ്മീനെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ ടൈപ്പായി പോകുമല്ലോ, റബ്ബറി ഫീൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ അധികം നേരം ചെമ്മീൻ കുക്ക് ചെയ്യത്തില്ല. പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു സൈഡ് 2 മിനിറ്റും അതർ സൈഡ് 2 മിനിറ്റ്, ടോട്ടൽ ഞാൻ 4 മിനിറ്റ് ചെമ്മീനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ചെമ്മീനകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഇതായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഡീപ് ഫ്രൈയിലേക്ക് ഞാൻ ചെമ്മീന് കൊണ്ടുപോകുന്നില്ല, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടും. ഏകദേശം ഞാൻ 4 മിനിറ്റ് എടുത്തിട്ടാണ് ചെമ്മീൻ വറുത്തെടുക്കുന്നത്. ചെമ്മീൻ വറുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ചെമ്മീൻ വറുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കറിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും ചെമ്മീനൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീൻ മാറ്റി ആ സെയിം പാനിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കണമല്ലോ, അതിനു വേണ്ടി കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വരട്ടെ. അതിനുശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കറി നമുക്ക് 3-4 ഫോമിലേക്ക് മാറ്റാം കേട്ടോ. ചെമ്മീൻ കറിയാക്കി എടുക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കറി കിട്ടും. അല്ലെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ സെമി ഗ്രേവി പരുവത്തിലും ആക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നില്ല, എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചക്കുത്തിയൊക്കെ പോയി പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോള എന്തെങ്കിലും ചേർത്ത് പോകാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ചുവന്നുള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി നിങ്ങൾ ഏതാ ചേർക്കുന്നത്? ഞാനിവിടെ ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡീപ് ഫ്രൈയിലേക്ക് പോകുന്നില്ല, നന്നായിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ടേ. അതായത് പച്ചമുളക് നമുക്ക് ചേർക്കണമെങ്കിൽ, എരിവിന് ചേർക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് പോകാം. ഇനി നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട കേട്ടോ, അത് നിങ്ങളുടെ ഓപ്ഷണലാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം നന്നായിട്ട്. അതായത് ഡീപ് ഫ്രൈയിലേക്ക് പോവാതെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും നിങ്ങൾ സവോള ചേർക്കണമെങ്കിൽ സവോള പോവാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു പരുവത്തിലേക്കാണ് കേട്ടോ എത്തേണ്ടത്. ഞാൻ പറഞ്ഞ നല്ല കറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാം. ഇനി ഞാൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്തു. ആദ്യം ഞാൻ ഒരു വലിയ സ്പൂണ്
മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പൊടികളിലെല്ലാം ഒന്ന് പച്ചമണം മാറുന്നോടം വരെ ഇളക്കി നമ്മൾ സവോള ആണെങ്കിൽ സവോള, ഞാൻ ഇവിടെ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കും. എൻ്റെ തക്കാളി കുറച്ച് പുളി ഉള്ളത് കൊണ്ട് ഞാൻ അധികം പുളി വേറെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി കുറച്ച് പുളി വേണം തോന്നുവാണെങ്കിൽ ഒരു കഷ്ണം കുടംപുളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂണ് വിനെഗർ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിച്ച് പോകാം കേട്ടോ. പുളി വേണം എന്നുള്ളവർക്ക്, തക്കാളിയുടെ പുളി തന്നെ മതി എന്നുള്ളവർക്ക് അത് തന്നെ ഓക്കെയാണ്. കാരണം എൻ്റെ ഈ തക്കാളി കുറച്ച് പുളിയുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി സവോള ഇത് നന്നായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചുവന്നുള്ളി ആണെങ്കിൽ അത്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇന്ന് മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുത്തല്ലോ. അതിനുശേഷം ഞാൻ 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ചെമ്മീനൊക്കെ വേവിച്ചപ്പോൾ കിട്ടുന്ന തലയുണ്ടല്ലോ, തല കഴുകി നന്നായി എടുത്തതിന് ശേഷം അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക് കിട്ടും. ആ സ്റ്റോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ചൂടുവെള്ളം തന്നെയാണ്. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി അതവിടെ നന്നായിട്ട് ഇരുന്ന് ആവട്ടെ. ഇനി കറിയെല്ലാം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ ചേർക്കേണ്ടവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് എടുക്കാം. നല്ല റോസ്റ്റോടെ വറ്റിച്ചിട്ട് നല്ല റോസ്റ്റായിട്ട് കിട്ടും. ഞാനിതാ ഈ ഒരു പരുവത്തിൽ ഇത് നിർത്തുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വിഭവം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ ഞങ്ങളോട് അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ കാത്തിരിക്കുക, കൂടുതൽ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.